അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്നാ? സോറി. സോറി എന്തിനാ? ഇന്ന് രാവിലെ ട്യൂഷൻ സെന്ററിൽ നടന്നതിനൊക്കെ. ഏയ് ഒന്നും സാരമില്ല. എനക്ക് പഠിപ്പില്ലാത്തോണ്ട് നിങ്ങക്ക് മൂന്നാക്കും കൊറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത് അമ്മയുടെ കുറ്റമല്ലല്ലോ. വലിയ വിദ്യാഭ്യാസമുള്ള പേരൻസിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ലേ? ഇന്നലെ വരെ നീ ഇങ്ങനല്ലല്ലോ പറഞ്ഞത്. മോളെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ഇന്റെ ട്യൂഷൻ സെന്ററിന്റെ അടുത്തുള്ള ആ കടയില് ഇന്റെ കൂടെ ജ്യൂസ് കുടിച്ചോണ്ടിരുന്ന കുട്ടി ഏതാ? അമ്മ, അത് സമീറ, എന്റെ ക്ലാസ്മേറ്റ്. എന്താ അമ്മ? ഫ്രണ്ടിനൊന്നിച്ച് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഓനെ തൊട്ടും പിടിച്ചോളൂ എന്റെ സംസാരം ഉണ്ടല്ലോ, അതെനക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. അത്രേ ഉള്ളൂ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് പഴയ കാലമൊന്നുമല്ല. കാലം എത്ര പുതിയതാണെങ്കിലും പെൺകുട്ടികളുടെ തൊട്ടാ പൊട്ടുന്ന പ്രായത്തിനും ഈ സമൂഹത്തിന്റെ മനസ്സിലിരിപ്പിനും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. മനസ്സ് മറ്റെങ്ങോട്ടും പോവാതെ പഠിത്തത്തിലും നിന്റെ ഭാവിയിലും മാത്രം ശ്രദ്ധിക്കേണ്ട സമയായത്. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിലൊന്നുമില്ല. ഒന്നും ഉണ്ടാവില്ല, അമ്മക്കറിയാം. എന്നാലും ഇന്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുള്ള അമ്മമാരുടെ മനസ്സും അതിന്റെ ആദ്യം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രണ്ടു ദിവസം മുമ്പേ നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു ആ ഓറഞ്ച് കളർ ഷർട്ട് ഇന്ന് എനിക്ക് വേണമെന്ന്? എന്നിട്ട് മര്യാദക്ക് എന്റെ ഷർട്ട് താ, ഇല്ലെങ്കിൽ ഈ തുണിയെല്ലാം കൂടെ കൂട്ടിയിട്ട് നിന്നെയും കൂടെ ചേർത്ത് ഞാൻ ഈ കടയും കത്തിക്കും. ഇവിടെ ഉണ്ടായിരുന്നതാ, ഞാൻ നല്ല വൃത്തിക്ക് ഇസ്തിരി ഇട്ട് കവറിലാക്കി വെച്ചിരുന്നതാണ്. നിന്നെ ഇന്ന് ഞാൻ ഷർട്ട് ഇസ്തിരിക്കിടാൻ എപ്പ തന്നാലും എന്തെല്ലാം ഒഴിവഴിവ് പറയാവോ അതെല്ലാം പറയും നീ. കറ പറ്റി, കാക്ക തൂറി, വട്ട പൊട്ടിത്തെറിച്ചു പോയി. എത്ര തവണയായിട്ട് ഇതൊക്കെ നീ പറയുന്നടാ? ഞാനെന്താ പൊട്ടനാണെന്ന് വിചാരിച്ചോ നീ? നിന്നെ ഇന്ന് ഞാൻ വെറുതെ വിടത്തില്ല. നിന്നെ ഞാൻ തേച്ച് നിന്നെ ഞാൻ പടിയാക്കണം. വിട്ടെ വിട്ടെ വിട്ടെ, നീ എന്താ കാണിക്കുന്നേ? എന്നെ ഈ പണിക്കൊന്നും കിട്ടില്ലേ? എനിക്ക് ഒരു അന്തസ്സുണ്ട്. എനിക്ക് പണി പാടും. ആ മാർത്താണ്ഡ പിള്ള നിന്നെ വളർത്തി. അങ്ങോട്ട് നോക്കിയേ. നീ അടിച്ചോണ്ട് പോയി ആ ഷർട്ടിന്റെ പേരില പാവ ജഗുന് തേപ്പ് കിട്ടാൻ പോന്നെ. നിന്റെ തന്തപ്പടി ഇത്രയും ടെൻഷൻ എടുക്കുന്ന സ്ഥിതിക്ക് ഇപ്പൊ അയാളുടെ വയറ് ഉരുണ്ട് കയറും. ഞാൻ 10 എണ്ണം മുന്നേ അയാൾ സ്ഥലം വിടും. നീ നോക്കിക്കോ. 10 9 8 6 ഒടുക്കത്തെ ഈ ഗ്യാസ് ട്രബിള്. ഇതെന്ന് തീരും എന്റെ ഈശ്വരാ? കുറയുന്നില്ലല്ലോ എന്റെ ഈശ്വര. എത്ര മരുന്ന് കഴിച്ചിട്ട് ഒരു ശമനവും ഇല്ലല്ലോ. ശ്യാമളെ, ബക്കറ്റും വെള്ളം എടുത്ത് വെക്ക്. ശ്യാമളെ, ബക്കറ്റും വെള്ളം എടുത്ത് ബാത്റൂമിൽ വെക്കുക. എന്തൊരു വേദനയ്ക്ക്. കണ്ടോ, നിന്റെ അച്ഛനെ നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. ഞാനേ ഈ ഷർട്ട് കൊണ്ടുപോയി ജഗ്ഗുന് കൊടുക്കട്ടെ, ഇല്ലെങ്കിലേ ആ പാവത്തിന്റെ പണി ഇതോടെ തീരും. ഇവന്റെ ഈ കയ്യിലിരിപ്പിന് ഇവനെ സ്നേഹിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. വെറുക്കുന്ന കാര്യം ഒട്ടും പറ്റൂല. എന്താ ചെയ്യാ? ഐ റിയലി ലവ് യു സാഗർ. പാലു, കോഫി തണുക്കുന്നു. പോട്ടെ, അത് മനസ്സിന്ന് വിട്ടുകളെ. സുധാന്റി പുറമെ എത്ര റഫാണെങ്കിലും ഉള്ളിലൊരു മഞ്ഞുതുള്ളിയാണെന്ന് നമുക്കല്ലേ അറിയൂ. നാട്ടുകാർക്കറിയില്ലല്ലോ. യാമിനി ആന്റിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. യാമിനി ആന്റിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ മുനിസിപ്പൽ കമ്മീഷണർ അമ്മയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കാര്യം ആന്റി വളരെ ഭംഗിയായി ടാക്കിൾ ചെയ്ത് എന്നെ രക്ഷിച്ചു. അമ്മ അമ്മയുടെ മുഖം രക്ഷിക്കാനായി എസ്കേപ്പ് ആയതാ. കൂട്ടത്തിൽ ബാലുവും രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ.
സുധാന്റെയും നമ്മുടെ കോളനിയൊക്കെ അമ്മ പതുക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ബാലു. പ്ലീസ് ഗിവ് ഹർ സം ടൈം. ആ കോളനിയിലേക്കാണ് അപ്പൂനെ കല്യാണം കഴിച്ചയക്കുന്നതെന്ന് നിർമ്മല അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനെ. ഞാൻ കൃത്യമായിട്ട് ഇടപെട്ട് ആ വിഷയം മാറ്റിയത് നന്നായി. അവരതിലൊക്കെ യൂസ്ഡ് ആണ് യാമിനി. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ ദം. മഹേഷ് എന്ത് ഭ്രാന്തായി പറയുന്നത്? അവര് യൂസ്ഡ് ആയിരിക്കും. വാട്ട് അബൌട്ട് അപ്പു? 24 മണിക്കൂറും ഹോട്ട് ആൻഡ് കോൾഡ് റണ്ണിംഗ് വാട്ടർ ഉള്ള വീട്ടില് താമസിച്ച് ശീലിച്ച നമ്മുടെ മോള് ആ തല്ലിപ്പൊളി കോളനി ചെന്ന് അവിടുത്തെ സിംഗിൾ ടാപ്പിന്റെ മുമ്പില് ബക്കറ്റുമായിട്ട് വെള്ളത്തിന് ക്യൂ നിൽക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക്. ഇതുവരെ അവരുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പൊ വെള്ളത്തിന്റെ പ്രശ്നം കൂടി. ഈ അവസ്ഥയിലാ അവൾക്ക് അവിടെ ജീവിക്കേണ്ടി വരുന്നതെങ്കിലേ ഉറപ്പായിട്ടും അവള് വിവരം അറിയും മഹേഷ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ബാലു, ഫ്ലാറ്റ്, വില്ല, കോളനി ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കിയതല്ലേ? അതിലും വലുതല്ലേ ഇതിലൊക്കെ കഴിയുന്നവരുടെ പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ. നീ പറയുന്നത് ശരിയാണപ്പോ. പക്ഷേ യാമിനി ആന്റിയുടെ കൺസേൺസിലും കാര്യമില്ലെന്ന് പറഞ്ഞൂടാ. നീ ജനിച്ചു വളർന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നീ എങ്ങനെ ആ കോളനിയിൽ വന്ന് താമസിക്കുമെന്ന് ഓർത്തിട്ട് എനിക്കും ഒരുമിച്ച് ജീവിക്കാനും പരസ്പരം ഒത്തുപോകാനുമുള്ള മനസ്സുണ്ടെങ്കിൽ ഏത് സ്ഥലവും സ്വർഗമാണ് ബാലു. നിന്നെ പോലെ ഈ ലോകത്ത് നീ മാത്രമേ ഉണ്ടാവൂ. യു ആർ വെരി വെരി സ്പെഷ്യൽ. നീ എനിക്കും. അതുകൊണ്ടല്ലേ നിന്റെ കൂടെയുള്ള ജീവിതം എവിടെയായാലും ഞാൻ സന്തോഷായിരിക്കും എന്ന് പറയുന്നത്. ഐ ലവ് യു ബാലു. ഞാനിങ്ങോട്ട് വരുമ്പോ മനസ്സിന് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. അതേതായാലും പോയി കിട്ടി. ഐ ടു ലവ് യു അപ്പോ. നീ എന്നായി കിടന്ന് തപ്പുന്ന്? എന്റെ 10ന്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇവിടെ കാണുന്നില്ല. എടാ നീ ഇങ്ങനെ വെപ്രാളം കാട്ടാണ്ട് സമാധാനായിട്ട് നോക്ക്. വീട് എവിടെയെങ്കിലും ഉണ്ടാവുന്ന്. അമ്മ തന്നെയായിരിക്കും അതെടുത്ത് കളഞ്ഞത്. വീട് വൃത്തിയാക്കി. ഹലോ, ഞാൻ വീട് വൃത്തിയാക്കി തുടങ്ങിയിട്ട് കാലം കുറയായി. നിന്റെ ഏതെങ്കിലും ഒരു പുസ്തകം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടാ? പിന്നെ അത് എവിടെ പോയി? എന്നോടാ നീ ചോദിക്കുന്നത്? നീ പറഞ്ഞ പൈസയും കൊടുത്ത് അഡ്മിഷനും ആക്കി പുസ്തകവും വാങ്ങി തന്നിട്ടില്ലേ? അത് നീ അല്ലാണ്ട് പിന്നെ ആരാ സൂക്ഷിക്കണ്ടേ? ഇതാണോ നീ അന്വേഷിക്കുന്ന ബുക്ക്? ഇത് തന്നെ. ഇത് എവിടുന്ന് കിട്ടി കൊച്ചേട്ടാ? ആന്റിന്റെ ബുക്ക്? ആക്രിക്കടക്കാരന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി കൊടുത്തതെല്ലാം അയാള് തൂക്കിക്കഴിഞ്ഞ് താഴെ തട്ടിയപ്പോ എന്റെ കണ്ണി പെട്ടതാ. ഇല്ലായിരുന്നെങ്കിലേ ഏതെങ്കിലും കപ്പലിന്റെ തട്ടി ഇരുന്നേനെ. സാഗര, ഈ പുസ്തകം എടുത്തിട്ട് ആക്രിക്ക് കൊടുത്തേ. ഇതെല്ലാം വേണ്ടാത്ത തന്നെയല്ലേ? അതെ അമ്മേ, ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്താ. നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അത് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ എന്നോട് ചോദിച്ചല്ലേ? അപ്പൊ നീ എന്താ പറഞ്ഞേ? ഞാനെല്ലാം ചെക്ക് ചെയ്തതാ, കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താ? ഇതിന്റെ മുകളിൽ സ്റ്റാൻഡേർഡ് 10th എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്ന അമ്മയ്ക്ക് കണ്ടൂടെ? ഈ വരയും കുറിയെല്ലാം കണ്ടാ ഇത് 9ലെ ആണോ 10ലെ ബുക്കാന്നോന്നെല്ലാം പഠിപ്പും വിവരവും ഇല്ലാത്ത ഞാൻ എങ്ങനെ അറിയാനാ? എടാ, ആക്രി കടയിൽ കൊടുക്കുമ്പോ നിനക്കത് നോക്കി കൊടുത്തൂടെ? വെറുതെ ബാക്കിയുള്ളവരെ നെഞ്ചത്ത് കയറണ്ട. അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നും അമ്മയ്ക്ക് ഒരു ശ്രദ്ധയുമില്ല. നീയല്ലോ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് കുറ്റ എന്റെ തലയിലിടാൻ നോക്കുന്ന. നല്ല രസായി. തെറ്റ് പറ്റിയത് എനക്കല്ല, എനിക്കെന്നെയാ. ശരിയാ, അമ്മയ്ക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല.
തെറ്റെപ്പോഴും എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ ഭാഗത്തായിരിക്കും. ഇത് കോർപ്പറേഷൻ ഓഫീസിൽ നടന്ന ഇഷ്യൂവിലും തെറ്റ് കമ്മീഷണറുടെ ഭാഗത്തായിരുന്നു, അല്ലേ അമ്മേ? ആ സംഭവം നീ എങ്ങനെ അറിഞ്ഞു? ഇവരിതെല്ലാം പോസ്റ്റർ ഒട്ടിച്ചിട്ട് ചുമരിലൊട്ടിച്ചിരിക്കുവേനോ? ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതല്ലല്ലോ വിഷയം. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അതല്ലേ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കോളനിക്ക് പുറത്തുള്ളത് വലിയൊരു ലോകമാണ്. ഇവിടെയുള്ള ആൾക്കാരോട് പെരുമാറുന്നത് പോലെ അമ്മ പുറത്തുള്ളവരോടും പോയി പെരുമാറരുത്. പരിസര ബോധം എന്നുള്ള കാര്യം തൊട്ട് തീണ്ടിയിട്ടില്ല അമ്മയ്ക്ക്. ആരോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ഒരു ബോധവുമില്ല. എന്നും അമ്മയുടെ കുഴപ്പം അത് തന്നെയായിരുന്നു. എന്താ വലിയേട്ടാ, എന്താ പ്രശ്നം? ആ മുനിസിപ്പൽ കമ്മീഷണറുടെ ഓഫീസിൽ ചെന്നിട്ട് അമ്മ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ബാലു, നീ ഓരോ ഭാഗത്ത് നിന്ന് സംസാരിക്കാന്നോ? സ്വന്തം അമ്മയായ നിന്നെക്കാളും വലുതാണോ എനിക്ക് നേർപരിചയം പോലും ഇല്ലാത്ത ആ മുനിസിപ്പൽ കമ്മീഷണർ? മുനിസിപ്പൽ കമ്മീഷണർ നിർമ്മല മാഡം അപർണയുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാനിന്ന് അപർണയുടെ വീട്ടിലുണ്ടായിരുന്നപ്പോ അവര് വന്നിരുന്നു. ആകെ 5 മിനിറ്റ് പോലും അവരവിടെ തികച്ചിരുന്നിട്ടില്ല. പക്ഷെ ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അമ്മ അവരുടെ ഓഫീസിൽ പോയി കാട്ടിക്കൂട്ടിയ കോപ്രായത്തെക്കുറിച്ച് വെറുപ്പോടെ പറയണമെങ്കിൽ അമ്മ ഇന്ന് നടത്തിയ വെറുപ്പിക്കല് ചെറുതൊന്നും അല്ലെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അവര് പറഞ്ഞത് കേട്ട് ഞാൻ ചൂളിപ്പോയി. കാൽ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. നീ എന്റെ മോനാന്ന് അവർക്കറിയോ? അതവരറിയാതിരിക്കാൻ പാവം യാമിനി ആന്റി പെട്ട പെടാപ്പാട് അപർണയ്ക്കും എനിക്കും മാത്രമേ അറിയൂ. ആന്റി ഇടപെട്ട് ആ വിഷയം മാറ്റിച്ചു. അല്ലായിരുന്നെങ്കിലേ അവരെല്ലാരും നാണം കെടേണ്ട അവസ്ഥയായനെ. നമ്മളെക്കുറിച്ച് മോശം പറയാൻ എന്തിനാ നമ്മളായിട്ട് മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? അമ്മയും യാമിനി ആന്റിയും ഏകദേശം ഒരേ പ്രായക്കാര് തന്നെയല്ലേ? പക്ഷെ ആന്റി ഒരു വിഷയത്തെ സമീപിക്കുന്ന രീതി, അവരതിനുപയോഗിക്കുന്ന വാക്കുകൾ, അതൊക്കെ അമ്മയും കണ്ടിട്ടുള്ളതല്ലേ? എത്ര ഡീസന്റ് ക്ലാസ് ആയിട്ടാ അവര് പെരുമാറുന്നത്. അവരെത്ര മെച്ചൂർഡായിട്ടാ ഓരോ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യുന്നത്. എന്തൊരു അന്തസ്സോടെ അമ്മയെ ഓരോന്നും അവര് ഡീൽ ചെയ്യുന്നത്. പക്ഷെ അമ്മയാണെങ്കിലോ എവിടെ ചെന്നാലും അവിടെ വായിട്ടല്ല ചലമ്പുണ്ടാക്കാതെ വരില്ല മനുഷ്യന് നാണക്കേടുണ്ടാക്കാനായിട്ട്. അമ്മ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അമ്മ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന് എനിക്കറിയാം. അമ്മയുടെ അറിവില്ലായ്മയും എടുത്തുചാടി പ്രതികരിക്കുന്ന സ്വഭാവമൊക്കെയാണ് അമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. എനിക്ക് വിദ്യാഭ്യാസവും തിരിച്ചറിവും ഒന്നും ഇല്ല എന്നുള്ളത് സത്യം തന്നെയാ. ഞാൻ സമ്മതിച്ചു. അതറിയാത്തതാണ് എന്റെ കുഴപ്പമൊന്നും എനിക്കറിയാം. ഇനി ഈ വയസ്സുകാലത്ത് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ എനിക്കറിയൂല്ല. ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. പഠിപ്പും അറിവും ഇല്ലാത്ത, ആരോടെങ്ങനെ പെരുമാറണമെന്നറിയാത്ത, പരിസരബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ അമ്മയുടെ പരിശ്രമം കൊണ്ടാ എനിക്ക് കിട്ടാണ്ട് പോയ എല്ലാ ഗുണങ്ങളും എന്റെ മക്കൾക്ക് കിട്ടിയേ. അതുകൊണ്ടാ ഇങ്ങനെയല്ല എന്റെ മുഖത്ത് നോക്കി പറയാൻ മാത്രം എന്റെ മക്കള് വളർന്നത്. അമ്മ ഇങ്ങനെ ഒരു പാഴ്ജന്മായി പോയി. എന്റെ സ്വഭാവം ഒരിക്കലും മാറൂല. അത് കാരണം നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഇനിയിപ്പോ മാർക്കറ്റില് അമ്മമാരെ മാറ്റി വാങ്ങിക്കുന്ന വല്ല പദ്ധതി ഉണ്ടെങ്കില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്മമാരെ മാറ്റിയെടുത്തോ. നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി അതിനും ഈ അമ്മ തയ്യാറാ. അമ്മ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 9,
10. ആ മതി 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 മതി. തൽക്കാലം കുരുത്തക്കേടിനുള്ള ശിക്ഷ ഞാൻ ഇതിൽ ഒതുക്കുന്നതാണ്. ഇനിയും ഇങ്ങനെ ചെയ്താ നല്ല ചുട്ടടി വെച്ച് ഞാൻ. എന്നെ എന്തിനാ അമ്മ ശിക്ഷിക്കുന്നേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എനിക്കുള്ള ശിക്ഷ നീ ഇവരെ കാര്യം നോക്കാണ്ടിരുന്നേനാ. ഞാനെന്തിനാ ഇവരെ നോക്കുന്നേ? അത് കൊള്ളാം. വേറെ ആരാ നോക്കുക? നീയല്ലേ വലിയ കുട്ടി. ഇവരെ തെറ്റ് കാണിച്ച നീയല്ലേ ഇവരെ തിരുത്തണ്ടേ അല്ലേ? ആ മതി, മൂന്നാളും വാ, ചായയും കൊഴുക്കട്ടയും തരാം. എനിക്കൊന്നും വേണ്ട കൊഴുക്കട്ട. എനിക്കും വേണ്ട. വേണ്ടല്ലോ. അപ്പുറത്തെ സദാശിവന്റെ പൈക്കള് കാടി മാത്രമല്ല കൊഴക്കട്ടയും തിന്നും. അവര് തിന്ന് കൊഴുക്കട്ടെ. എന്റെ മക്കള് പട്ടിണി കിടക്ക്, എന്നാലേ പഠിക്കൂ. അമ്മ പിണങ്ങീന്നാ തോന്നുന്നേ. ചേട്ടാ, എന്തെങ്കിലും പറഞ്ഞ അമ്മയെ സമാധാനിപ്പിക്കുക. അമ്മ ഉറങ്ങിയോ? അതെ, നമ്മൾ എന്തായാലും പറഞ്ഞ പോലെ അമ്മ എക്സ്ചേഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതെ, നമുക്ക് കിട്ടുന്ന ആളെ ശർക്കര പോലെ മധുരിക്കണം, പാവയ്ക്ക പോലെ കഴിക്കണം, കുടംപുളി പോലെ പുളിക്കണം, നല്ല കാന്താരി മുളക് പോലെ ഇരിക്കണം, മാലപ്പടക്കം പോലെ പൊട്ടിത്തെറിക്കണം, പിന്നെ ചിത്രശലഭം പോലെ പാറി നടക്കുകയും വേണം. യുവരാജ് സിംഗിനെ പോലെ ഒരു ഓവർ 6 6 അടിക്കണം. എന്തെങ്കിലും തെറ്റ് കാണിച്ചാ അത്യാവശ്യം ഞങ്ങളുടെ കരണത്തടിക്കണം. കാക്കയ്ക്കും പരുന്തിനും വിട്ടുകൊടുക്കാതെ ഞങ്ങളെ ചെറുകനടിയിൽ ചേർത്ത് പിടിക്കണം. പിന്നെ എല്ലാത്തിനും മേലെ ആളൊരു ബിഗ് മോഹൻലാൽ ഫാൻ ആയിരിക്കണം. അങ്ങനെ ഒരാളെ ഇപ്പൊ എവിടെയാ കിട്ടുക? ലോകത്ത് അങ്ങനെ ഒരൊറ്റ പീസേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ സുധാമണി. പറ്റിപ്പോയമ്മേ, വിട്ടുകള. അമ്മേ അമ്മേ അമ്മേ, കുറച്ച് തെറ്റുകൾ അമ്മയുടെ ഭാഗത്തുണ്ട്, കുറച്ച് തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തും ഉണ്ട്. ഒന്ന് ക്ഷമിച്ചു കള എന്റെ സുധാമണി. വേറെ ആരുമല്ലല്ലോ, അമ്മയുടെ പുന്നാര മോനല്ലേ പറഞ്ഞത്. അതന്നെ എന്റെ ഏറ്റവും വലിയ വിഷമം. ആരായാലും ആരോടായാലും മനസ്സിനൊരു കൺട്രോൾ എല്ലാം വേണം. ആ ബെസ്റ്റ്. ആരായി പറയുന്നത്? എന്നാലേ ഇനി അമ്മയ്ക്ക് ഒരു കൺട്രോൾ ഇല്ലാത്തൊരു കാര്യം ഞാൻ ഇപ്പൊ ചെയ്യാൻ പോവാ. വേണ കൂടെ കുടിക്കും. അമ്മേ, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താടാ? കല്യാണം നടത്താൻ പറ്റിയ 3 ഡേറ്റുകള് അപർണയുടെ പാരന്റ്സ് തന്നിട്ടുണ്ട്. അതിലേതാണ് അമ്മയ്ക്ക് സൗകര്യപ്പെടുക എന്ന് ചോദിച്ചിട്ട് അറിയിക്കാൻ പറഞ്ഞു. ഏതല്ലടാ? ഈ മാസം ഒരു ഡേറ്റ് ഉണ്ട്. അടുത്ത ഡേറ്റ് 2 മാസം കഴിഞ്ഞിട്ടാ. പിന്നെ 4 മാസം കഴിഞ്ഞ 3-ാമത്തെ ഡേറ്റ്. നമുക്കിതിൽ ഏതാ സൗകര്യം? നമുക്ക് 4 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് മതി. പൈസ എന്തിനാ? ആന്തിനാടാ പൈസ? അമ്മ ഈ മാസത്തെ ഡേറ്റ് തന്നെ സെലക്ട് ചെയ്യൂന്ന് വലിയേട്ടൻ പറഞ്ഞു. 4 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് അമ്മ ഫിക്സ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കൊച്ചേട്ടൻ 500 രൂപ ബെറ്റ് വെച്ചു. വലിയേട്ടൻ തോറ്റു. നീ ബെറ്റ് ഒപ്പ് ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേ? ഒന്ന് പോ അമ്മേ. എന്തായാലും ഞാൻ പറഞ്ഞ ഡേറ്റ് തന്നെ അമ്മ സെലക്ട് ചെയ്തത്. ബാലു, നീ അപർണ മോളെ നാളെ തന്നെ വിളിച്ചോണ്ട് വന്നാലും എനിക്ക് സന്തോഷേ ഉള്ളൂ. പക്ഷേ ഓള് നമ്മക്കും നമ്മളെ ഈ വീടിനും വേണ്ടി മാനസികമായി തയ്യാറാകുന്ന പോലെ ഓക്ക് വേണ്ടി നമ്മളും ഒന്ന് തയ്യാറാവണ്ടേ? അതിന് സമയവും വേണം, പൈസയും വേണം. ഞാൻ ഒരു പാർട്ട് ടൈം ജോലിക്ക് ശ്രമിച്ചാലോ? എങ്ങനെ പോയാലും ഒരു 6000-7000 രൂപ അഡീഷണൽ